പത്മകുമാർ അറസ്റ്റിലായി. ഇനി ആ വലിയ മീനായ ആരായിരിക്കും? ഇനി നോക്കാനുള്ളത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഇത് അന്വേഷണം എത്തുമോ എന്നുള്ളതാണ്. അതിനുള്ള ചില തെളിവുകൾ SITക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു നിവേദനം നൽകുകയും ആ നിവേദനം മന്ത്രി ദേവസ്വം ബോർഡിന് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പേരിലാണ് ഈ സ്വർണ്ണപ്പാളികൾ അവിടുന്ന് കൊണ്ടുപോകാനുള്ള നടപടി അടക്കം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന. കടകംപള്ളി എന്ന് പറയുമ്പോൾ CPMന്റെ നിലവിലെ MLA ആണ്. തീർച്ചയായിട്ടും MLA, സംസ്ഥാന കമ്മിറ്റി അംഗം, അടുത്ത MLA ആവാൻ നിൽക്കുന്നയാൾ, കഴക്കൂട്ടത്തിൽ നിന്ന് മത്സരിക്കാൻ നിൽക്കുന്നയാൾ. അത് പ്രതിസന്ധിയിൽ അറസ്റ്റിൽ വന്നാൽ ഒരു രക്ഷയില്ല. വെറുതെ അന്വേഷണം മാത്രമാണെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പഴുതുണ്ട്. എന്നെ ഇങ്ങനെ ചിലർ സംശയത്തിൻ്റെ നിലയിൽ നിഴലിൽ നിർത്തിയപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പോയി അതിന് പറയാൻ ബാധ്യസ്ഥനാണ്. ഞാനങ്ങനെ SITക്ക് മുമ്പാകെ പോയി എൻ്റെ വസ്തുതകൾ പറഞ്ഞു. അവരെന്നെ വെറുതെ വിട്ടു, ഇത്ര തന്നെ. പക്ഷേ അറസ്റ്റ് ചെയ്താൽ വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഇപ്പം നാം സമൂഹ മാധ്യമങ്ങൾ നോക്കിയാൽ ഈ ചിത്രങ്ങൾ പ്രചരിക്കുകയാണ്. കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ച് നിൽക്കുകയല്ല, ഒരുമിച്ച് ഇരിക്കുന്നു, ഒരുമിച്ച് രഹസ്യം പറയുന്നു, ചെവി കടിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പടങ്ങൾ പലതും വന്നു കഴിഞ്ഞു. അപ്പം ഞാൻ കണ്ടിട്ടേ ഇല്ല അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് പറയാൻ ഇനി പറ്റാത്ത അവസ്ഥയാണ്. ഇത് തന്നെയാണ് പത്മകുമാറും പണ്ട് പറഞ്ഞിരുന്നത്. ചില അപ്പം ആ സ്വർണ്ണം ഇങ്ങെത്തിയിട്ടുണ്ടോ? സ്വർണം മാത്രമല്ല, സ്വർണത്തിനേക്കാൾ ഉപരിയായിട്ട് ഈ അയ്യപ്പൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒത്തുപണികളുള്ള പല സാധനങ്ങളും അവിടുന്ന് പോയിട്ടുണ്ട്. അതിനൊക്കെ കോടാനുകൂടിയാണ്. സ്വർണത്തിൻ്റെ വിലയല്ല, അതിനേക്കാൾ വലിയ വിലയാണ് ഇത് അധോലോകത്തിലേക്ക് കടത്തി വിൽക്കുമ്പോഴുണ്ടാകുന്നത്. അതാണ് അതിൻ്റെ വാല്യൂ. അല്ലാതെ സ്വർണ്ണ വാല്യൂ മാത്രമല്ല. ഇപ്പോൾ 1 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ അതെല്ലാവരും കൂടെ വീതിച്ചെടുക്കുമ്പം എത്ര വരുമെന്ന് നമുക്കറിയാമല്ലോ. 19 ഇന്നത്തെ വിലയല്ല 19 അപ്പോൾ അതിൽ നിന്ന് നല്ല ബെനിഫിറ്റ്, അതിനേക്കാൾ വലിയ ബെനിഫിറ്റ് ഉള്ളതിലേക്ക് പോയിട്ടുണ്ടോ എന്നാണ് SIT നോക്കേണ്ടത്. അതാണ് സിനിമാ കഥയെ വെല്ലുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ മന്ത്രിയുടെ പേര് ഇപ്പോൾ തന്നെ പറയുന്നു, അദ്ദേഹത്തിലേക്കുള്ള വഴിയിലാണ്. ഇപ്പോൾ അങ്ങനെയാണ് ദേവസ്വം ബോർഡ് മന്ത്രി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതിന് താഴെ ഉദ്യോഗസ്ഥർ, പോറ്റി, ഇനി അതിൽ ആ തന്ത്രിയും കൂടി പെട്ടാൽ ഇതൊരു കൂട്ടുകച്ചവടമായി. ഇത് അങ്ങനെ അല്ലാതെ പറ്റില്ലല്ലോ. കാരണം തന്ത്രി ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ ലോഹപ്പാളികൾ അവിടെ നിൽക്കുന്നത്. അത് അവിടുന്ന് അപ്രത്യക്ഷമാകുമ്പോൾ തന്ത്രി ചോദിക്കേണ്ടതല്ലേ, ഇതെങ്ങനെ നമ്മുടെ 18-ാം പടി ഇറങ്ങിപ്പോയി, ഇത്രയും ദിവസമായിട്ട് ഇതെന്താ തിരിച്ചു വരാത്തത് എന്ന് ചോദിക്കുകയും അത് ഉന്നതരെ അറിയിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. തന്ത്രി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് തന്ത്രിയാണ് പറയേണ്ടത്. SIT അത് ചോദിക്കും തന്ത്രിയോട്. അപ്പം അന്വേഷണം എല്ലാ തലത്തിലേക്കും പോകും. ഹൈക്കോടതിയിൽ ഓരോ ആഴ്ചയിലും SIT കൊടുക്കുന്ന റിപ്പോർട്ടിനനുസരിച്ച് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയാണ്. ഇപ്പോൾ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ആർക്കൊക്കെ എതിരെ തെളിവുകളുണ്ടോ അവരെയെല്ലാം നന്നായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വിളിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യുമ്പോൾ തെളിവുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അറസ്റ്റിലേക്കാണ് നീങ്ങുന്നത്, പിന്നെ ജയിലിലാണ്. CPMന്റെ നേതാക്കളും ഉദ്യോഗസ്ഥരും ഈ അമ്പലം വിഴുങ്ങി, സ്വർണം വിഴുങ്ങി. ഇനി ഈ പ്രശ്നം CPMനെ വിഴുങ്ങുമോ? പ്രത്യേകിച്ച് നാം ഇത്തരം വിഴുങ്ങുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. CPMനെ വലിയ രീതിയിൽ തന്നെ 2019 തെരഞ്ഞെടുപ്പിൽ അയ്യപ്പ പ്രശ്നം പൂർണ്ണമായി വിഴുങ്ങി. മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയ തോതിൽ CPMനെ ബാധിക്കും. CPM കഴിഞ്ഞ തവണ ഏതാണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരിയതാണ്. 6 കോർപ്പറേഷനിൽ 5, പിന്നെ വാർഡ് നമ്മുടെ മുനിസിപ്പാലിറ്റികളിൽ ഭൂരിഭാഗം, അതുപോലെ തന്നെ ബ്ലോക്കുകൾ 14, ജില്ലാ പഞ്ചായത്തിൽ 14-ൽ 13, ഇങ്ങനെയൊക്കെ പിടിച്ച് 900 ചിലവാനും വരുന്ന ഗ്രാമസഭകളിൽ ഏതാണ്ട് 70% CPMന്റെ കയ്യിലായിരുന്നു. ഇങ്ങനെയൊക്കെ കയ്യിലിരുന്നിട്ട് ഇപ്പോഴത് ആ രീതിയിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത 26-ലെ ഫൈനലിലേക്ക് കടക്കുമ്പോൾ വലിയ ദോഷം ചെയ്യും. ഇപ്പം തന്നെ പലയിടത്തും നടക്കുന്ന മത്സരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിശയിപ്പിക്കുന്നതാണ്. CPMന്റെ ഉന്നത നേതാക്കൾ തന്നെ അവർക്കെതിരെ ഇറങ്ങും. തിരുവനന്തപുരത്ത് തന്നെ നമുക്കറിയാമല്ലോ എത്ര നേതാക്കളാണ് അവർക്കെതിരെ രംഗത്തിറങ്ങിയത്. ഏരിയ കമ്മിറ്റിയിലും ജില്ലാ CPM വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഇന്നലെ തന്നെ 6 പേർ ജയിച്ചു എന്ന് പറഞ്ഞവർ രംഗത്താണല്ലോ. അതാണ് ഇപ്പോൾ വേറൊരു വിധത്തിൽ ബാക്ക് ഫയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും അധോലോകവും പാർട്ടി ഗ്രാമവും നിലനിൽക്കുന്നു എന്നുള്ളതല്ലേ. 1,64,000 പേര് 23,000 സീറ്റിന് 23,500-ൽ പരം വരുന്ന സീറ്റിനേക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ ഒരു ആന്തൂറിലും കണ്ണൂരിലെ മറ്റൊരു മലപ്പട്ടത്തും എങ്ങനെയാണ് 4 പേർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നത്?
എതിരില്ല എന്ന് മാത്രമല്ല, പിന്നെ ഓരോ സീറ്റിനും മത്സരിക്കുന്നത് ഏതാണ്ട് 6-7 പേരാണ്. 1,64,000 പേര് നോമിനേഷൻ കൊടുക്കുന്നു എന്ന് പറയുമ്പം ഒരു സീറ്റിലേക്ക് എത്ര പേരാണ് മത്സരിക്കുന്നത്? 6-7 പേരാണ് ഒരു സീറ്റിലേക്ക് മിനിമം മത്സരിക്കുന്നത്. അപ്പോൾ മലപ്പട്ടത്തും ആന്തൂറിലും ആളില്ല എന്ന് പറയുമ്പോൾ അവിടെ കണ്ണപുരത്തൊക്കെ ആളില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇപ്പോഴും ഗ്രാമം അധോലോകം പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയാവാൻ വന്നാൽ പിന്നെ കയ്യോ കാലോ കാണില്ല, നമ്മുടെ സദാനന്ദൻ മാസ്റ്ററുടെ അവസ്ഥയിൽ എത്തും എന്ന് ഇപ്പോഴും ഭയക്കുന്നവർ അവിടെ ഉണ്ടെന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ ചിത്രം കൂടുതൽ മോശമാവുകയാണ്. അതുകൊണ്ട് CPM അവിടെ പേരിനെങ്കിലും ഒരാളെ നിർത്തിയിട്ട് ജയിക്കാൻ ഒരു ചാൻസും ഇല്ലാത്തൊരുത്തനെങ്കിലും അവിടെ നിർത്തി ഒരു മത്സരം നടത്തി 90% വോട്ടും ഞങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് ജയിപ്പിക്കുന്നതായിരുന്നു ഉത്തമം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരുന്നു വളരെ നല്ലത്. ഒരു ഡമ്മിയെ നിർത്തുക, പ്രചരണത്തിന് പോലും അവൻ പോകാത്തൊരു ഡമ്മിയെ നിർത്തിയിട്ട് 90% സീറ്റ് വോട്ട് മേടിച്ച് മലപ്പുറത്തും ആന്തൂരിലും ഞങ്ങളുടെ 4 സ്ഥാനാർത്ഥികൾ ജയിച്ചു, കണ്ണപുരത്തും ജയിച്ചു എന്ന് പറയേണ്ട ഒരവസ്ഥയായിരുന്നു ഇതിനേക്കാൾ നല്ലത്. ഇതിപ്പോൾ നാട് മുഴുവൻ പറയുകയാണ്. അപ്പോൾ പാർട്ടി ഗ്രാമവും അധോലോകവും ഇപ്പോഴും നിൽക്കുന്നോ? സദാനന്ദൻ മാസ്റ്റർ വിട്ട് കാല് വെട്ടാനുള്ള ആളുകൾ ഇപ്പോഴും അവിടെ കണ്ണൂരിൽ വാളും കൊണ്ടിറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നില്ലേ? അത് വളരെ മോശമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. CPM അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ അടിത്തറ കൊണ്ട് അവർ വിജയിച്ച് കയറി വരാനുള്ള സാധ്യതയുണ്ടോ? ഈ ഗുണ്ടാ അടിത്തറയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ളവനെ, സ്നേഹമുള്ളവനെ, നമ്മളെ സഹായിക്കുന്നവനെ രക്ഷിക്കാനും അയാൾക്ക് ഒരു നന്ദി പ്രകടനമായിട്ട് എൻ്റെ വോട്ട് കൊടുക്കാനും അയാളുടെ ഇലക്ഷൻ പ്രചരണത്തിന് ചില കാശ് കൊടുക്കാനും കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത്. എന്നോട് സ്നേഹമായി പെരുമാറിയ ആളിന്, എന്നോട് ഉപകാരം ചെയ്ത ആളിന്, അത്തരത്തിലുള്ളവർക്ക് വിജയിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലാത്തവർ വിഷമിക്കും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനും 2019 സമാനമായി അയ്യപ്പൻ അല്ലെ ശബരിമല ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണല്ലേ? ശബരിമല അയ്യപ്പൻ ഇത്രയും വലിയ ഒരു പാര CPM കൊടുക്കുന്ന ആരും, CPM ചരിത്രത്തിൽ ആരും ഇതുപോലെ പാര വെച്ചിട്ടില്ല. CPM അയ്യപ്പൻ മാത്രമേ ഇത്ര ഭയങ്കരമായ ഡൈനാമിറ്റ് വെച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വേറെ ഒരു ദൈവവും ഇങ്ങനെ ഇത്ര ക്രൂരമായിട്ട് CPM പണിഷ് ചെയ്തിട്ടില്ല, ഉണ്ടാവാൻ വഴിയില്ല. കാരണമുണ്ട്, അയ്യപ്പനെ ദ്രോഹിച്ച പോലെ CPM വേറെ ഒരു ദൈവത്തിനെ ഇത്ര ഭയങ്കരമായിട്ട് ദ്രോഹിച്ചിട്ടില്ല. ഗുരുവായൂരപ്പനെ പോലും ഇത്ര ക്രൂരമായിട്ട് ദ്രോഹിച്ചിട്ടില്ല. ദ്രോഹം മുഴുവൻ വന്നത് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യത്തിൽ തൊട്ട് കളിച്ചു. അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പേ ബ്രഹ്മചര്യത്തിലാണ്. നിത്യബ്രഹ്മചാരി എന്ന് പറഞ്ഞ് നിൽക്കുന്ന അയ്യപ്പനിൽ അതിൻ്റെ ബ്രഹ്മചര്യത്തിന് വരെ ഭംഗം വരുന്ന വിധത്തിൽ പ്രവർത്തനം വന്നു എന്നുള്ളതാണ് വലിയ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ആടയാഭരണങ്ങൾ ഉൾപ്പെടെ അടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ, സ്വർണവും പൊന്നും അടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ, അതിപുരാതനമായ പല കൊത്തുപണികളും ഉള്ള ദ്വാരശില്പങ്ങൾ വരെ കാണാത്ത അവസ്ഥ. ഇപ്പോൾ ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് എന്നറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. കൊണ്ടുപോയത് ഒറിജിനലായിരുന്നു, ഇപ്പോൾ വന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. പിന്നെ അകത്ത് വേറൊന്നിരിപ്പുണ്ട്, അതേതാണെന്ന് ഒക്കെ ചോദിക്കുകയാണ്. ഒരു ദ്വാരപാലകൻ പോയപ്പോൾ 3 ദ്വാരപാലകൻ ഇരിക്കുകയാണ്. ഇത് ഏതാണ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നറിയാൻ പറ്റാത്ത അവസ്ഥ. ചില പഴയ MGR പ്രേം നസീർ സിനിമകളിലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പുള്ളി അവസാനം കാണും, അതില്ലെങ്കിൽ തിരിച്ചറിയാൻ നോക്കില്ല. ചേട്ടാ അനിയ എന്ന് പറഞ്ഞ് അവസാനം കെട്ടിപ്പിടിക്കുന്നത് ഈ ഒരു പുള്ളി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ദ്വാരപാലകനും അങ്ങനത്തെ ഒരു പുള്ളി ആരെങ്കിലും കുത്തി കൊടുത്താലേ അറിയാൻ പറ്റുള്ളൂ ഏതാണ് ഒറിജിനൽ ദ്വാരപാലകൻ, ഡ്യൂപ്ലിക്കേറ്റ് ദ്വാരപാലകൻ. ആ അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ അവസാന ഘട്ടത്തിൽ CPM നേതാക്കളിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രതിരോധം ഉണ്ടാകില്ലേ? എന്ത് പ്രതിരോധം? ഒറ്റ പ്രതിരോധമേ വഴിയുള്ളൂ. ഞങ്ങൾ ആരെ അറസ്റ്റ് ചെയ്യുന്നോ അയാളെ ഞങ്ങൾ പുറത്താക്കും, തള്ളിക്കളയും എന്ന് പറയുന്നത് മാത്രമേ ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് നടത്താൻ പറ്റുന്ന ഏക പ്രതിരോധമുള്ളൂ. അതും അപകടത്തിലാണ്. കാരണം ഇയാളെ അങ്ങനെ രഹസ്യമായിട്ടെങ്കിലും ഇത് ഞങ്ങളൊരു പടം കാണിക്കുന്നതാണെന്ന് പറഞ്ഞു നിർത്തിയില്ലെങ്കിൽ അയാൾ വീണ്ടും കുറേ കാര്യങ്ങളും കൂടെ പറയും. അത് അടുത്ത ആളിലേക്ക് വിളിക്കാനുള്ള ഇടവരും. അപ്പം അതും ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഇത് വല്ലാത്തൊരു കുരുക്കായിപ്പോയി. ഇത് ഇരുമുടിക്കെട്ട് പോലെയല്ല, അതിനേക്കാൾ വലിയ കുരുക്കിട്ട് കെട്ടിക്കളഞ്ഞു. തലയ്ക്ക് മീതെ ഒരു വല്ലാത്ത കുരുക്കാണ് വന്നിരിക്കുന്നത്. ഈ കുരുക്ക് ഊരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് അയ്യപ്പന് മാത്രമേ അഴിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പത്മകുമാർ പറഞ്ഞത്, എല്ലാം അയ്യപ്പൻ നിശ്ചയിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.